മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിക്കുന്ന നായക നിരയിൽപ്പെട്ട ഒരാളായിരിക്കും ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച സിനിമകൾ വർഷത്തിൽ 10 മുകളിൽ സിനിമ റിലീസായ വർഷങ്ങളുണ്ട്. ഈ അടുത്ത സമയത്ത് OTTയിൽ റിലീസായ ഒരു സിനിമയാണ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നൊരു സിനിമ. കാസർഗോഡ് ബേഡകത്ത് ഉടുപ്പി ഗ്രാമീണ ബാങ്കിൻ്റെ ശാഖ തുടങ്ങുകയും നാട്ടുകാരിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകവേ ഇത് വ്യാജ ബാങ്കാണെന്നും തങ്ങളെല്ലാം ചതിക്കപ്പെടുകയായിരുന്നു എന്നും അറിയുന്ന ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി ചെല്ലുന്നു. വർഷങ്ങളുടെ പാരമ്പര്യത്തിൽ നാട്ടുകാർക്ക് പലിശക്ക് കൊടുത്തിരുന്ന ബട്ടിലേക്ക് ആ യാത്ര എത്തിച്ചേരുന്നു. ശേഷം ആ ഗ്രാമം മുഴുവനും വഞ്ചിക്കപ്പെട്ടതിൻ്റെ നടുക്കുന്ന ഒരു കഥയാണ് പാർട്ട്നേഴ്സ്. വളരെ മനോഹരമായി ചിത്രീകരിച്ചൊരു സിനിമ തന്നെയാണ്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായി അഭിനയിച്ചിരിക്കുന്ന കലാഭവൻ ഷാജോണിൻ്റെ തന്മയത്വത്തോടുകൂടെയുള്ള പ്രകടനം അഭിനന്ദനം അർഹിക്കുന്നു. ധ്യാൻ ശ്രീനിവാസനും എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അല്പം കൂടിയ വലിയ ക്യാൻവാസിൽ ഭേദപ്പെട്ട അഭിനേതാക്കളിലേക്ക് ഈ സ്ക്രിപ്റ്റ് എത്തിച്ചേർന്നിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് പുതിയൊരു മണി ഹൈസ്റ്റ് ലഭിച്ചിരുന്നേനെ. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ചെറുകിട നായകനെ ഒഴിവാക്കി ആസിഫ് അലിയോ ടൊവിനോ തോമസോ ഫഹദ് ഫാസിലോ അഭിനയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയിലെ മറ്റൊരു 100 കോടി ക്ലബിൽ കയറേണ്ട ഒരു സിനിമയായിരുന്നു.